Hello, my dears. Let's read and rejoice the story The Boy and the Bird. Is Ringo. All his friends have gone home from school. He is waiting for his father. Kio, Kio, Ringo heard a sound. It was the cry of a little bird. It came from the pile of dry leaves. You can see a pile of dry leaves. So, Ringo sat on his knees. He groped through the leaves. His hands stumbled on the poor little bird. Meow, meow. Ringo felt the presence of a cat. Will it catch the chick? He worried. He threw a stone at the cat. Ringo gently picked the baby bird. Where is its nest? Where is the mother bird? He listened carefully. Finally, he located the tree. Ringo put the bird in his pocket. He climbed onto the top of the tree. He felt the branches and the leaves with his hands to find the nest. At last, he found the nest. Ringo took the bird out of his pocket. He carefully placed it in the nest. The baby bird chirped happily. The mother bird looked at the boy thankfully, but he couldn't see the bird. He was blind. നല്ലൊരു സ്റ്റോറി ആയിരുന്നല്ലേ. അപ്പം നമുക്ക് ഈ കുട്ടി ബ്ലൈൻഡ് ആണെന്ന് ആദ്യമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പിക്ചർ നോക്കുമ്പോൾ നമുക്ക് കുട്ടി ഒരു സങ്കടത്തോടെ ഇരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ബ്ലൈൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇവിടെ ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട്. കിയോ കിയോ റിങ്കു ഹേർഡ്. എന്തുകൊണ്ടാണ് റിങ്കു സോ എന്ന് കൊടുക്കാതിരുന്നത് നമുക്കിപ്പോൾ മനസ്സിലാക്കാം. ഹേർഡ് എന്ന് പറഞ്ഞാൽ കേട്ടു അല്ലേ. പിന്നെ താഴോട്ട് പോകുമ്പോൾ ഹി ഗ്രൂപ്ഡ് ത്രൂ ദ ലീവ്സ്. എന്തിനാ തപ്പിത്തടഞ്ഞ് ലീവ്സിൻ്റെ ഇടയിലെ കൂടെ പോയത്? അവന് നടന്നു പോകാമായിരുന്നു, പക്ഷേ കണ്ണ് കാണില്ല എന്നുള്ളതിൻ്റെ ഒരു വേർഡ് അവിടെയും നമുക്ക് മനസ്സിലാക്കാം. പിന്നെ റിങ്കു ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് എ ക്യാറ്റ്. റിങ്കുവിന് ഒരു പൂച്ച അടുത്തെവിടെയോ ഉണ്ടെന്ന് മനസ്സിലായി. ഫെൽറ്റ് ദ പ്രസൻസ്. പിന്നെ താഴോട്ട് പോകുമ്പോൾ ഹി ലിസൺഡ് കെയർഫുള്ളി. സൂക്ഷ്മമായി നിരീക്ഷിച്ചു കേട്ടു അല്ലേ. എന്താണ്? വേർ ഈസ് ദ മദർ ബേർഡ്. മദർ ബേർഡിൻ്റെ സൗണ്ട് അവൻ കേട്ടു. എന്നിട്ട് ഫൈനലി ഹി ലൊക്കേറ്റഡ് ദ ട്രീ. പിന്നെയോ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഹി ഫെൽറ്റ് ദ ബ്രാഞ്ചസ്. പിന്നെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ കുട്ടി ബ്ലൈൻഡ് ആണെന്നുള്ളതിന് ഒരുപാട് രീതിയിൽ നമുക്കിപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം ഏതൊരു കഥയായാലും ഒരു പ്രാവശ്യം മാത്രം വായിച്ചാൽ നമുക്കതിൻ്റെ പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റില്ല. നമ്മൾക്ക് അത് 1 or 2 or 3 more ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കേണ്ടി വരും. See you in the next video. Till then, bye bye and take care.